കോട്ടൂളിയിലേക്ക് പോകാം. മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്നത് സിനോജ് ആരാണ്? സുജയ പാർവതി, ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നൽകേണ്ടത് അധികൃതർ തന്നെയാണ്. കാരണം ഓരോ മാസം കഴിയുന്തോറും വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ നിൽക്കുന്നത് ഈ കോട്ടൂളി യു ടേൺ സ്ഥലത്താണ്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ വാഹനത്തിൻ്റെ തിരക്കൊന്ന് നോക്കൂ. അതായത് 4 വരി പാതയാണ്. പക്ഷേ ഈ 4 വരി പാത 6 വരി പാതയാകേണ്ട കാലം എങ്ങോ കഴിഞ്ഞു പോയി. പക്ഷേ ഇതുവരെ റോഡിൻ്റെ വികസനം സാധ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തൊണ്ടയാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് 7 സ്ഥലങ്ങളിലാണ് യു ടേൺ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് വാഹനങ്ങൾ യു ടേൺ എടുക്കുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത്. ഈ പരാതികൾ നിരവധി വന്നതോടുകൂടി പോലീസ് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ യു ടേണിലും പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു തിരക്ക് കുറവുള്ളത്. പക്ഷേ ഈ ബസ്സുകൾ നിർത്താൻ പോലും സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതായത് ബസ് നിർത്തുന്നത് നടു റോഡിലാണ്. ഒരു ബസ് നിർത്തിക്കഴിഞ്ഞാൽ അതിന് പുറകിൽ 10-50 വാഹനങ്ങളാണ് പിന്നാലെ വന്ന് നിർത്തേണ്ട ഒരു അവസ്ഥയുള്ളത്. ബസ് ബാഗുകളില്ലാത്തത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പോലീസുകാർ നിന്നുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ വലിയൊരു പ്രശ്നം ബസ് ബേ ഇല്ലാത്തതാണല്ലേ? അതെ, അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഉദാഹരണം മെഡിക്കൽ കോളേജിലെ റോഡാണിത്. ഈ റോഡിൽ കൂടെ 4 വരിപ്പാതയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 6 വരിപ്പാത ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ താൽക്കാലിക പരിഹാരം എന്നുള്ള സ്ഥിതിക്ക് അനധികൃത പാർക്കിംഗ്, ബസ് ബേ നിർമ്മിക്കുക, അനധികൃതമായ യു ടേൺ. ഓരോ വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ യു ടേൺ സൃഷ്ടിച്ചത്. ഇത് ഒഴിവാക്കുകയാണ് ഏറെക്കുറെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബസ്സുകൾക്ക് സമയത്ത് ഓടിയെത്താൻ പറ്റുന്നുണ്ടോ? ബസ്സുകൾക്ക് സമയത്തിന് കാരണം മിക്ക സമയത്ത് ട്രിപ്പ് കട്ടായി ബസ് നിർത്താൻ പോലും സ്ഥലം ഇല്ല. കോഴിക്കോട് ട്രിപ്പ് കട്ടായി വാഹനം നിർത്താൻ പോലും ഇവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സുജയ പാർവതി, കഴിഞ്ഞ ദിവസം ഒരു ബസ് സമയം വൈകിയതുകൊണ്ട് പാതി വഴിക്ക് ആളുകളെ ഇറക്കി വിട്ടത് വലിയ വിവാദമായിരുന്നു. അതായത് അരീക്കോട് ഭാഗത്തേക്ക് പോകേണ്ട ബസ്സാണ്. ടൗണിലേക്ക് ഓടിയെത്താൻ കഴിയാത്തതുകൊണ്ട് ഈ പാതി വഴിക്ക് വെച്ച് യാത്രക്കാരെ ഇറക്കി വിട്ടത് വലിയ വിവാദമായിരുന്നു. കാരണം അവർ ട്രിപ്പ് കട്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ അതുവഴി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബത്തേരിക്ക് പോകേണ്ട, വയനാട്ടിലേക്ക് പോകേണ്ട ഒരു ബസ്സാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഓരോ 50 മീറ്റർ കഴിയുമ്പോഴും ബസ് നിർത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം യു ടേൺ ഉള്ളത് കൊണ്ട് പോലീസ് കൈ കാണിച്ച ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. ആ ബസ് ഉൾപ്പെടെ നിർത്തി വെച്ച ശേഷമാണ് യു ടേൺ വഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആ രീതിയിൽ വാഹന ക്രമീകരണങ്ങൾ നടത്തിയാണ് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ റോഡിന്റെ വീതി കൂട്ടിയാൽ മാത്രമേ ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സുജയ. ഓക്കെ, സിനോജ് തോമസും സാനിയ മനോമിയുമാണ് തത്സമയ അപ്ഡേറ്റുകൾ നൽകിയത്.